ശമ്പളം ഇതുവരെയും കിട്ടിയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടിലാണ്. പിന്നെ EMI കാര്യങ്ങളൊക്കെ ഒരുപാട് അടയ്ക്കാനുണ്ട്, വണ്ടിയുടെ EMI ഒക്കെ. പക്ഷെ അതൊക്കെ ഇപ്പോൾ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്, ബൗൺസായി കിടക്കുന്നത്. നമസ്കാരം. നമ്മൾ ഇന്ന് മലയാളികൾ കണ്ണു തുറന്നത് ഒരു ദുരന്ത വാർത്ത കേട്ടിട്ടാണ്. വാൽപ്പാറയിൽ ഉണ്ടായ അപകടമുണ്ടായത് വിനോദയാത്രയ്ക്ക് പോയവരെ ഉണ്ടായിട്ടുള്ള വാഹനാപകടമാണ് എന്നൊക്കെ നമുക്കറിയാം. അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള വെക്കേഷൻ സമയത്ത് ടൂറിസ്റ്റുകൾ ഒരുപാട് പല സ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തുന്ന ആളുകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്തരം ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ്. അതായത് തലസ്ഥാന നഗരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഇടങ്ങളിൽ ഒന്നാണ് കോവളം. ആ കോവളത്ത് അവിടെ ലൈഫ് ഗാർഡുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശമ്പളം കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. അതായത് ഈ വരുന്ന വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ ഉറപ്പാക്കി ഇത്രയും ശക്തമായ വെയിലിലും മഴയിലും ഒക്കെ ഇങ്ങനെ ഇവിടെ കാത്തു നിൽക്കുന്ന ലൈഫ് ഗാർഡുകൾക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു വാർത്തയാണ്. ചേട്ടാ, ഈ ശമ്പള പ്രശ്നം അതെങ്ങനെയാണ്? അല്ല, ഞങ്ങൾക്ക് ശമ്പളം ഇതുവരെയും കിട്ടിയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടിലാണ്. പിന്നെ EMI കാര്യങ്ങളൊക്കെ ഒരുപാട് അടയ്ക്കാനുണ്ട്, വണ്ടിയുടെ EMI ഒക്കെ. പക്ഷെ അതൊക്കെ ഇപ്പോൾ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്, ബൗൺസായി കിടക്കുന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ശമ്പളം കിട്ടാത്തതിലുണ്ട്. ഈ ശമ്പളം കിട്ടാത്ത പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതൊരു ബുദ്ധിമുട്ടാണ്. ഇത് സാധാരണ ഉദ്യോഗസ്ഥർക്ക് അറിയാന്നുള്ളതാണ്. ഇപ്പൊ ലൈഫ് ഗാർഡുകൾക്ക് ശമ്പളം മുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ഓൾറെഡി അവർക്ക് അറിയാം. പരിഹാരം ഞങ്ങളോട് എന്താണ് റീസൺ ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇതുവരെയും ആരും ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ശമ്പളം ഇപ്പോൾ ഇന്ന് 18 ശമ്പളം ഇതുവരെയും കിട്ടിയിട്ടില്ല. എത്ര മാസമായി? അല്ല, അങ്ങനെ ഈ മാസത്തെ ശമ്പളമാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. അത് സാധാരണ എങ്ങനെ വഴുകാറുണ്ടോ? സാധാരണ ചിലപ്പോഴും ഉദ്യോഗസ്ഥരൊക്കെ ലീവിലോ അങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും, എന്തെങ്കിലും വല്ല കമ്പ്യൂട്ടറിന്റെ തകരാറ് ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരു 10-10 തീയതിയൊക്കെ ആവുന്നുണ്ട് ചില സന്ദർഭങ്ങൾ. അല്ലെങ്കിൽ ഒരു 6-7 തീയതിയൊക്കെ ആകുമ്പോഴേക്കും ശമ്പളം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ മാസമാണ് ഇത്രയും ലേറ്റ് ആയത്. പിന്നെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടില്ലാവും. ചേട്ടാ, ഈ പറയുന്നത് പോലെ മാധ്യമങ്ങൾ വരുന്നു, വാർത്ത കൊടുക്കുന്നു, അതിനപ്പുറത്തേക്കൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. എന്താ അങ്ങനെ പറയാനുള്ള? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചേട്ടനിപ്പോ പറഞ്ഞല്ലോ വാർത്ത കൊടുക്കുന്നല്ലാണ്ട് ആക്ഷൻ ഉണ്ടാവുന്നില്ല. അപ്പൊ എന്തെങ്കിലും പേടിയുണ്ടോ? ഇപ്പൊ ഇങ്ങനെ ശമ്പളം വൈകുന്നതെന്ന് തുറന്ന് പറയുമ്പോ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ വാർത്ത കൊടുക്കുന്നതിന്റെ ഇതിനെ കുറിച്ച് പിന്നെ വാർത്ത കൊടുക്കുമ്പോ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണല്ലോ. അപ്പൊ നമുക്ക് സാലറി തരുന്നതും തരാത്തതല്ല അവരാണ് തരേണ്ടതും തരാത്തല്ല. നമുക്കായിട്ടൊന്നും നേരിട്ട് എഴുതിയെടുക്കേണ്ട ഒരു ഇതില്ല. ജോലി ചെയ്തതിന്റെ കൂലി നമ്മുടെ അവകാശമല്ല. അത് കിട്ടണം. നമുക്ക് ജോലി ചെയ്യുന്നതിന്റെ അവകാശം നമുക്കത് അതിന്റെ അർഹമായ വേതനം നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോഴേ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ ഇലക്ഷനൊക്കെ വന്നു. ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ എല്ലാവരും പോയിരുന്നു. അപ്പൊ അതിന്റെ ഒരു റീസണാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ സംബന്ധിച്ച് എല്ലാവരും പോയതുകൊണ്ട് ഇതിന്റെ കാര്യത്തിലൊക്കെ ഉള്ള ഒരു സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ കോവളത്തെ ഒരു അവസ്ഥ എന്താണ്? തിരക്കുണ്ടോ സാധാരണഗതിയിലുള്ള? നല്ല തിരക്കാണ് കോവളത്ത്. ഇപ്പൊ നല്ല തിരക്കാണ്. കാരണം വെക്കേഷനും കൂടെയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഇപ്പൊ സാധാരണ വൈകുന്നേരങ്ങളിലെ ഇട ദിവസങ്ങളിൽ മാത്രമാണ് തിരക്കുകൾ ഉണ്ടാകാറുള്ളത്. പക്ഷെ ഇപ്പോഴ് വെക്കേഷൻ്റെ ഇതായതുകൊണ്ട് നല്ല തിരക്കാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ കൂടുതലും തമിഴ്നാട് വരുന്നുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കടല് ചെറുതായിട്ടുള്ള രൂപമാറ്റങ്ങളൊക്കെ ഉണ്ട്. കാറ്റ് വരുമ്പോൾ പെട്ടെന്ന് പ്രകൃതിയിലെ മാറ്റങ്ങളുണ്ടാകും. ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫ് ഗാർഡുകൾ നല്ല രീതിയിൽ നോക്കിയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകും. പറയുന്നത് പോലെ എത്രമാത്രം ദുസ്സഹമാണ് ഈ ഒരു ജോലി? ഒരു കഠിനമാണ്. കാരണം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ വരുന്ന ടൂറിസ്റ്റുകളും സേഫായിട്ട് തിരിച്ചു പോകാൻ പറ്റുള്ളൂ അവർക്ക്. കാരണം നമ്മുടെ ശ്രദ്ധക്കുറവോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അപകടം സംഭവിക്കും. കാരണം ഇവിടുത്തെ കടലെന്ന് പറഞ്ഞാൽ നല്ല കുഴിക്കടലാണ്. മിക്കവർക്കും നീന്താൻ അറിയില്ല. വന്നിറങ്ങി അങ്ങ് പോകുമ്പോഴേക്കും അങ്ങ് താഴ്ന്നു പോകും. പിന്നെ ആൾക്കൂട്ടത്തിൽ നല്ല തിരക്കുള്ള സമയങ്ങളിൽ അതൊരു വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അത്രയ്ക്കും കെയറായിട്ട് അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് അപകടം, മരണം വരെ സംഭവിക്കാം. അപ്പം അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ കാര്യമുണ്ട്. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ ചൂട് കഠിനമാണ്. അപ്പോൾ പുറത്തിറങ്ങി നിന്നൊക്കെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. ഈ ഒരു കുടയുള്ളൂ.
അപ്പോൾ ചൂട് ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ. എന്തായാലും ശമ്പളം എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളതാണ് ആവശ്യം. നമുക്ക് എത്രയും വേഗം ശമ്പളം കിട്ടിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറും. അല്ലാതെ പിന്നെ നമുക്ക് വേറെ വഴിയില്ല. പിന്നെ കടം വാങ്ങിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുത്താലല്ലേ ഞങ്ങൾക്ക് വീണ്ടും പല ആൾക്കാരും ലോണ് കാര്യങ്ങളൊക്കെ വണ്ടിയൊക്കെ ദൂരം നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കടയിലൊക്കെ കടയിൽ നിന്നൊക്കെയാണ് ആഹാരങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കടക്കാരും പൈസ ചോദിക്കുന്നുണ്ട്. നിങ്ങളെന്താ പൈസ ആഹാരം കഴിച്ചുള്ള പൈസ തരാത്തത്? അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സാലറി കറക്റ്റ് ഇവിടെ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. പിന്നെ EMI വിഷയങ്ങളൊക്കെയാണ്. ബൗൺസ് ആയി കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ലോൺ ബൗൺസ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്നൊക്കെ അറിയാം. പിന്നെ അത് ഇരട്ടി ചാർജ്, പിന്നെ ഉള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ പറയുന്ന ലൈഫ് ഗാർഡുകൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്നത് മാത്രമല്ല പ്രധാന പ്രശ്നം. ഇവിടെ ഒരു വിശ്രമം വേണം, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും ഒന്ന് കയറി നിൽക്കാൻ ഒരു സ്ഥലമില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടെ അവർക്കുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ സ്വന്തം കെട്ടിയിട്ടുള്ള ഒരു കൂടാരം, അല്ലെങ്കിൽ 4 ഷീറ്റ് കൊണ്ട് മറച്ച ഒരു കൂടാരമാണ് ആ കാണുന്നത്. ഈ ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നം, ഈ പറയുന്നത് പോലെ ഒരു റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമില്ല എന്ന് പറയുന്ന പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഈ കോവളം ബീച്ചുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് പ്രശ്നങ്ങളും പരാതികളും അവർക്കുണ്ട് എങ്കിലും അത് തുറന്നു പറയാൻ പോലും പേടിയാണ് പലർക്കും എന്നുള്ളതാണ് വസ്തുത. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും എന്നുള്ള ഒരു പേടി കാരണം പലരും മൗനം തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ശമ്പളം വൈകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ 18-ാം തീയതിയായി, ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം.